guys, welcome back to my YouTube channel. പിന്നെ നമ്മൾ വന്നിട്ടുള്ള റാണിപുരം കേട്ടോ. റാണിപുരം കേരള സൂട്ടി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എടുത്തേക്ക് വരുന്നത്. മുന്നേ ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതേപോലെ ആയിരുന്നു ഗൈസ്. ഫുള്ള് ടയേർഡായി പഞ്ചറായിട്ടായിരുന്നു താഴേക്ക് പോയി. പക്ഷെ ഇപ്പം വരുമ്പോൾ നമ്മൾ ചായ എല്ലാം കുടിച്ച് വന്നുകൊണ്ട് കുറച്ച് എനർജി ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ കുന്നൊക്കെ കയറുമ്പോൾ ശ്വാസം കിട്ടുന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ എല്ലാ വീഡിയോയും കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇവിടെ ഒരു 8:30 ആകുമ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ലീവൊന്നും അല്ലാത്തതുകൊണ്ട് കുറേ ആൾക്കാരൊന്നുമില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ നമ്മളൊരു 6:45 7 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 8:30 9 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഇവിടെ വന്നിറങ്ങിയത്. വന്നിറങ്ങിയപ്പോൾ തന്നെ ചായയൊന്നും കുടിക്കാത്തതുകൊണ്ട് ലൈറ്റായിട്ട് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ മല കയറാന്ന് വിചാരിച്ചത്. ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് റാണിപുരം എന്ന് പറഞ്ഞ കേരള സൂട്ടി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പഴയ പേരെന്ന് പറഞ്ഞാൽ മാടത്തുമല എന്നായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ടിക്കറ്റ് എടുക്കുന്നത് കൂട്ടത്തിൽ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാം. അതേപോലെ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അതേപോലെ തിരിച്ചു കൊണ്ടുവരും കൂടെ ചെയ്യണം കേട്ടോ. അവിടെ ഒന്നും വെച്ച് ഉപേക്ഷിക്കാനോ കാര്യങ്ങളൊന്നും പാടില്ല. അതേപോലെ തന്നെ നമ്മളെ അങ്ങോട്ട് മുകളിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തിട്ട് പ്ലാസ്റ്റിക് കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ തിരിച്ചു കൊണ്ടുവരാനും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു കണക്കിന് നല്ല കാര്യമാണ്. സാധാരണ എല്ലാ കാര്യങ്ങളും ബോട്ടിലും കാര്യങ്ങളും പ്ലാസ്റ്റിക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരവിടെ വലിച്ചെറിയുമ്പോൾ അത് ഭയങ്കര മോശമല്ലേ. അത് മാത്രമല്ല പിന്നെ കുറേ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഭക്ഷിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതൊരു നല്ല കാര്യമായിരുന്നു. പക്ഷെ എനിക്ക് അറിയാത്തൊരു കാര്യം എന്തായിരുന്നു അറിയാം, ഇവിടെ 8:30 ആകുമ്പോഴായിരുന്നു ഓപ്പൺ ചെയ്യുന്നുണ്ടായത്. 8:30 ആകുമ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുടമഞ്ഞോ അല്ലെങ്കിൽ ആ ഒരു വ്യൂ പോയിന്റ് നന്നായിട്ട് കിട്ടില്ല. പിന്നെ എല്ലാവരും വന്നിട്ട് ആ ഒരു മല കയറുന്നതന്നെ ആ ഒരു വ്യൂ കിട്ടാനും അതേപോലെ ആ ഒരു വൈബ് ആസ്വദിക്കാനും കൂടിയല്ലേ. 8:30 ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ രീതിയിലുള്ള കുടമഞ്ഞും കാര്യങ്ങളൊന്നും കുറച്ചുകൂടെ രാവിലെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതേപോലെ തണുപ്പും അതേപോലെ നല്ലൊരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു മൃഗങ്ങളുടെ ആക്രമണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം ഇവിടെ കുറച്ച് ലേറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നത് തോന്നുന്നുണ്ട്. പിന്നെ പോകുന്ന വഴിയിൽ ആനപ്പിണ്ടു അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതേപോലെ ഇവിടെ ഒരു പോകുന്ന വഴിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങളുണ്ട്. നമ്മൾ അറിയാത്തതും കേൾക്കാത്തത് പേരുള്ളൊരു മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനിടയിൽ ഒരു മരമായിരുന്നു, എന്താണ് മോതിരവള്ളി എന്നാണ് കേട്ടോ മരത്തിന്റെ പേര്. മോതിരുണ്ടാക്കുന്ന വള്ളിയാണോ എന്നറിയില്ല, പക്ഷെ അതായിരുന്നു അതിന്റെ പേരുണ്ടായത്. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ അറിയാത്ത കുറെ മരങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കാണാത്തയും കേൾക്കാത്തല്ലായ കുറേ പേരെല്ലാം ഉണ്ട് കേട്ടോ മരത്തിനെല്ലാം. ഞാൻ ഇതുവരെ കേട്ടിട്ട് കൂടില്ല. എന്താണ് കരിഞ്ഞാവലോ അങ്ങനത്തെ ഒരു പേരുണ്ടായിരുന്നു ഒരു മരത്തിന്. ഞാവലിന് കേട്ടിട്ടുണ്ട്, പക്ഷെ കരിഞ്ഞാവൽ എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ. കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നടന്നപ്പോൾ പിന്നെ നല്ല വെയിലൊക്കെ വന്നു. അങ്ങനെ വെയിൽ വന്നപ്പോൾ ഒരു 9 മണിയൊക്കെ ആയതിന്റെ ഒരു ചൂടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ഫസ്റ്റ് കയറുന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അത്ര തണുപ്പ് എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു തണുപ്പ് സമയത്തൊക്കെ വരുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു മഴ ടൈം ലൈറ്റായിട്ടുള്ള മഴയൊക്കെ ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റും എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പൊ മുമ്പ് ഒരു പ്രാവശ്യം വന്നപ്പോഴും ഇതേപോലെ ഇത്രക്കൊന്നും വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് രാവിലെ തന്നെ ആയിരുന്നു കേട്ടോ വരുന്നത്. 8 മണി 8:30 ആകുമ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. മുമ്പ് കുറച്ച് നേരത്തെ ഓപ്പൺ ആക്കിനോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്നാലും ഓപ്പൺ ആക്കിയെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് നല്ലൊരു വെയിൽ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നല്ലൊരു തണലുണ്ട് കേട്ടോ. നല്ല തണുപ്പായിട്ട് അടിപൊളിയാണ്. പിന്നെ ഫോട്ടോസിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഹലോ ഗൈസ്, ക്ഷീണിച്ചാ? നല്ല സുഖമുണ്ടോ അവളെ എടുത്ത് നടക്കാൻ? വലിയൊരു കുന്നേറിയിട്ട് പിന്നെ ഇതുപോലെ ചെറിയ ഇങ്ങനെ ഇടവഴിയിലെ കൂടിയാണ് കേട്ടോ പോകുന്നത്.
പക്ഷെ ഇവിടെ നടക്കാൻ വലിയ കുഴപ്പമില്ല, കുന്ന് കയറുന്നതിനേക്കാളും സുഖമുണ്ട്. പക്ഷെ ഇപ്പം നമ്മ ഏകദേശം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നല്ല വെയിലായി. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മൂടൽമഞ്ഞ് കോടമഞ്ഞ് അതൊക്കെ നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റൂട്ടാ. ഇന്ന് ഞാൻ ഭയങ്കര വെയിലായി. അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം നല്ലതാ അല്ലേ. സിയാപ്പി കൂവാക്കി ആ വലിയൊരു വെയിലെല്ലാം കഴിഞ്ഞ് പിന്നെ നല്ലതാ ഉള്ളിലോട്ട് അടിപൊളി സ്ഥലമാട്ടോ. ഇവിടെ നല്ല തണുപ്പുണ്ട്, പിന്നെ ചൂടേ ഇല്ല. ഓരോ ആൾക്കാർ ഇതാ പോയിക്കൊണ്ടുണ്ട് കണ്ട. വീക്കെൻഡും അതേപോലെ സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ ആൾക്കാർ കൂടുതൽ വരുന്നത്. ഒരു രസമല്ലേ അല്ലേ, നമ്മൾ ഭയങ്കര ചൂടെന്ന് മാറിയിട്ട് ഇതേപോലെ ഒരു ക്ലൈമറ്റിലാകുമ്പോൾ അടിപൊളിയല്ലേ. നമ്മളങ്ങനെ നടന്ന് പകുതി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ കാണുന്ന ആ നെക്സ്റ്റ് മലയിലൊക്കെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ കുറേ നടക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഇരിക്കുന്ന ഷെഡ് പോലത്തെ കാര്യങ്ങളും അതേപോലെ കുറച്ച് സ്റ്റാൻഡ് പോലത്തതൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ടയേർഡാകുമ്പോൾ ഇരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഉണ്ട് കേട്ടോ. ഇതുപോലെ വ്യൂ കാണാനൊക്കെ അടിപൊളിയാണ്. അതുപോലെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ ഇതുപോലെ കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയിട്ടാണ് അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. മഴയിലുണ്ടാകുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ മൂടൽ മഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. റാണിപുരം പോയിട്ട് എങ്ങനെയുണ്ട്? നിങ്ങളെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നേ? സൂപ്പറാ, അടിപൊളി. ഇനി വരൂ ഉറപ്പായിട്ട് മഴ വരുമ്പോഴാ. അനു എങ്ങനെ ഉണ്ടായ റാണിപുരം? സുഖമില്ല. നീ ഫസ്റ്റ് ടൈം അല്ലേ വരുന്നേ? ഇനി ഒരു അവസരം കിട്ടിയേ വരുമോ? മഴ സമയത്ത് വരുമോ? അങ്ങനെ റാണിപുരത്തിന്റെ മലകളെല്ലാം കയറി കഴിഞ്ഞ് ഏകദേശം 11:30 പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങി. അപ്പൊ തന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇതുപോലെ വരുന്നുണ്ട്. എല്ലാവരും സമയമൊന്നും അറിയാത്തതുകൊണ്ട് രാവിലെ 4 മണിക്കൊക്കെ എത്തിയ ആൾക്കാരുണ്ട് കേട്ടോ ദൂരത്തു നിന്നൊക്കെ. അവരെല്ലാം അവിടെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് 8:30 ആകുമ്പോഴാണ് കയറുന്നത്. അപ്പോഴാണെങ്കിൽ നല്ല വെയിലായിട്ട് കയറാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കരത്തിൽ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരുപാട് കാണാനുണ്ട്. പിന്നെ ഭയങ്കര ഫീലിംഗ് ആയിരുന്നു ഈ ഒരു മരത്തിനിടയിലേക്ക് കൂടി നടക്കുമ്പോൾ. നല്ല തണുപ്പായിരുന്നു അവിടെയെല്ലാം. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ ഇനി പോകുന്നത്. അപ്പൊ എൻ്റെ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.